കുട്ടികൾ ധാരാളമാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾ ധാരാളമാണ്. ആ ആ ആ ആ ടാറ്റ ടാറ്റ. ഇവിടെ കേരളീയത്തിൻ്റെ ഒരു ആനയെ കാണാം. പണ്ടെങ്കിലും ചെയ്താണ്, ഇതെല്ലാം ഇപ്പോൾ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുക. ചുവടെല്ലാം പോയി, പ്ലാറ്റ്ഫോമെല്ലാം പോയി. എങ്കിലും ഒരു ആർട്ടല്ലേ, ഒരു നല്ലൊരു ആർട്ട് കണ്ടപ്പോൾ നമുക്കതെങ്ങനെ. എത്ര പീസുണ്ട്? 1 2 3 ഒരു 5-6 പീസുണ്ട്. 5-6 പീസിലൂടെ ഒരു ആനയെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കാലപ്പഴക്കം വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു ആനയെ സംഭാവന ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാതിരിക്കും. ബേസ്മെൻ്റൊക്കെ ഇച്ചിരി പോയിട്ടുണ്ട്. നമ്മളെ ആദ്യമേ സ്വാഗതം ചെയ്യുന്നത് ഒരു ഇല്ലിമുളം കാടാണ്. ഇല്ലിമുളം കാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് അത്യാവശ്യം ഇവിടെ കടകളൊക്കെ ഉണ്ട്. അത് വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്തും ആവശ്യത്തിൽ കടകളുണ്ടെങ്കിലും എൻട്രൻസിലും അത്യാവശ്യം കടകളും ഭക്ഷണശാലകളും എല്ലാം ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്കായി. 4 മണിയായപ്പോൾ അത്യാവശ്യം തിരക്കായി. സ്കൂൾ കുട്ടികളാണ് ധാരാളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികളാണ് ധാരാളം. സ്കൂൾ കുട്ടികളാണ്. ഒരു 3 മണി 4 മണിയാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കാവും. ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ കുട്ടികളാണ്. വേളി വില്ലേജിനകത്തും അത്യാവശ്യം ഫുഡ് കോർട്ടുകളും എല്ലാം ഉള്ളതാണ്. എങ്കിലും പുറത്തും ധാരാളമായിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഒരു കൺവെൻഷൻ സെൻ്ററാണ് ഈ കാണുന്നത്. ഇത് ടൂറിസം ഫെസിലിറ്റേഷൻ സെൻറ്റർ. നല്ല രീതിയിൽ നല്ല പൂക്കളും ഗാർഡനിങ്ങും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടാലും നമുക്ക് തൃപ്തി വരുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒക്കെ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അതിമനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ്റനൻസ് ചെയ്യാൻ ഇവിടെ ഓൾറെഡി ആളുണ്ട് അത്യാവശ്യത്തിന് എന്നുള്ളതാണ്. ഇത് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഇതാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റ് വില്ലേജാണ്. അല്ല, ധാരാളം കുട്ടികളാണ്. അതിമനോഹരമായിട്ട് കുട്ടികളെ ഏതെല്ലാം തീയതി എൻജോയ്മെൻറ്റ് കുട്ടികൾക്ക് കിട്ടുമ്പോൾ അതെല്ലാം അടിപൊളിയായിട്ടാണ്. ധാരാളം സ്കൂൾ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, നേരം സ്കൂൾ കുട്ടികളാണ് ഈ പോകുന്ന. മുഴുവൻ സ്കൂൾ കുട്ടികളാണ്. നേരം പോകുന്നത്. ഏതെല്ലാം സ്കൂളിലെ കുട്ടികളാണ് ഈ വരുന്നത് നോക്കിക്കണ്ട. ധാരാളം കുട്ടികളാണ് വരുന്നത്. മോളെ, ഹലോ, ഏതാ സ്കൂള്? വിദ്യാധിരാജ. ആ 1B. നന്നായിട്ടാ. പിള്ളേരൊക്കെ നല്ല ഫോമിലാണ്. അതെ ഉണ്ട്. അതെ, അടുത്ത സ്കൂള്. നിങ്ങൾ ഏത് സ്കൂളാണ്? സ്കൂളിന്റെ പേര് എന്താണ്? എവിടെയാണ്? മടവൂർ. ശരി. നടക്കട്ടെ. നടന്നു. കണ്ട, നിറച്ച് സ്കൂൾ കുട്ടികളാണ്. ഭയങ്കര വൈവാ കുട്ടികൾ. നല്ല പോസിറ്റീവ് തിങ്കാണ് കുട്ടികൾ. കണ്ട, കുട്ടികളൊക്കെ നല്ല വൈവാണ്. കണ്ട. ഹായ്. വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട, സ്കൂളിലെ കുട്ടികളാണ്. നിറച്ച് കുട്ടികളാണ്. കുട്ടികളുടെ പൂന്തോട്ടം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അല്ല, എല്ലാ കുട്ടികളും ഉണ്ട് അടിപൊളിയായിട്ട്. ഹായ്. എല്ലാ കുട്ടികളും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതെല്ലാം നല്ല മനോഹരമായിട്ട് ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഏതായാലും വന്നിട്ട് ഒരു തൃപ്തി തരുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജ് തന്നെയാണ് കേട്ടോ വേളി ടൂറിസ്റ്റ്. അത്യാവശ്യം കുട്ടികൾക്ക്, മെയിനായിട്ട് കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകത്തില്ല. നല്ല മനോഹരമായ ചെണ്ടുമല്ലി പൂ വ്യത്യസ്തപരമായ രീതിയിലൊക്കെ നല്ല രീതിയിൽ ഇവിടെ കുട്ടികൾക്ക് പറ്റിയത് തന്നെയാണ്. കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒന്നുമില്ല, ഒന്നും പറയാനില്ല. നല്ല വൈബിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിമനോഹരമാണ്. ഇവിടെ ഇലച്ചെടികളൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. ധാരാളം ഇലച്ചെടികളൊക്കെ ഉണ്ട്, വളർത്തുന്നുണ്ട്. ഇത് ഇങ്ങനെ നടന്ന് നമുക്ക് ലുലു മാളിൻ്റെ അടുത്ത് വരെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ വലത് സൈഡിൽ കൂടെ താഴെ ഇറങ്ങിയിട്ടുള്ളതാണ് കായൽ. ഇവിടെ ധാരാളം മത്സ്യസമ്പത്തുള്ള ഒരു കായലാണിത്. ഇത് റെയിൽവേ മേൽപ്പാലമാണ്. വേളി കായലിൻ്റെ കുറുകെ പോകുന്ന റെയിൽവേ മേൽപ്പാലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സൈഡിൽ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മീൻ പിടിക്കാനൊക്കെ ഇവിടെ ആൾക്കാർ ധാരാളമായിട്ട് വരുന്നൊരു ഇടമാണ്. അണ്ണൻ്റെ പേര്? രാവിലെ വന്നതാ. നമ്മുടെ റെജി അണ്ണൻ പിടിച്ചൊരു മീനാണ് സഞ്ചിക്കകത്തിട്ട്. ഇത് എന്തുവാണ് അതിൻ്റെ പേര്? നെടുമീൻ എന്ന് പറയുന്നതാണ്. അത്ര വലുതല്ല, ഇടത്തരം അല്ലേ അണ്ണ? അത്ര വലുതൊന്നും അല്ല, എങ്കിലും ഇടത്തരം നെടുമീനാണ്. രാവിലെ മുതൽ ഇരുന്നിട്ട് കിട്ടിയാണ്. ഇത് പെട്ടെന്ന് അങ്ങ് ചാകുന്ന ഒരു ഇനമല്ല. ഇതിന് വേറെയും പേരൊക്കെ ഉണ്ട്. ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു മീനാണിത്, അല്ലേ അണ്ണ? ഒരെണ്ണം രാവിലെ മുതൽ വന്നിട്ട് കിട്ടിയത്. ശരിയണ്ണ. അണ്ണാ ഇവിടെ അടുത്ത് തന്നെ വീട്? കവടിയാറാ? ഇത് പിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉള്ള കളിസ്ഥലങ്ങളാണ് ഏറെ ഉള്ളത്. അതുകൊണ്ട് ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളെ കളിക്കാൻ വിടുക, രക്ഷിതാക്കൾക്ക് റിലാക്സ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതങ്ങനെ തന്നെ കണ്ട കുട്ടികളെ കളിപ്പിക്കുക, എന്നിട്ട് രക്ഷിതാക്കൾ ഇങ്ങനെ സീറ്റിലിരുന്ന് റിലാക്സ് ചെയ്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്കൂൾ കുട്ടികളാണ്, എന്താ സ്കൂൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണം. കണ്ട ഞാൻ അടുത്തുള്ള ഏതോ സ്കൂളിലാണ്. എന്താ പിള്ളന്മാരൊക്കെ ഓടി വരികയാണ്. ഉത്സവമാണ്, കുട്ടികളുടെ ഉത്സവം എന്ന് പറയാം. വേളി വില്ലേജ് എന്ന് പറയാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വില്ലേജ് തന്നെയാണ്. ഗാർഡനും പാർക്കും എല്ലാമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഉള്ള വില്ലേജാണ്. അതിമനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണെന്ന് വേണം പറയാം. കണ്ടോ, നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഓരോ മരങ്ങളും അവിടെ കറക്റ്റായിട്ട് നിർത്തിയിട്ട് അതൊന്നും വെട്ടിക്കളയാതെ തന്നെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. തെങ്ങിനെ പോലും തൊട്ടിട്ടില്ല. കണ്ട, ഒരു മരത്തെ പോലും തൊടാനുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് തെറ്റ് പറയാൻ ഒന്നുമില്ലാത്ത രീതിയിൽ വേളി ടൂറിസ്റ്റ് വില്ലേജ് നന്നായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു ചെടി തന്നെയാണ്. പക്ഷേ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിലും പറയാം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നാണ്. അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലൊരു കാടാണ്, വനമാണ്, എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ചാലിങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വീടിൻ്റെ അടുത്ത സീസൺ ടൈം ആകുന്നതിൻ്റെ ഒരു പരിപാടികളൊക്കെ ഇവിടെ, വൃത്തിയാക്കലും പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അക്കാമാരൊക്കെ നിന്ന് ഇതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. തീയൊക്കെ ഇട്ട് പുകച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. കണ്ട, ഇവിടെയൊക്കെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ സീരിയലും സിനിമയൊക്കെ നിരന്തരമായിട്ട് ഷൂട്ട് നടക്കുന്ന സ്ഥലമാണ്. സീരിയൽ, മറ്റ് വെഡ്ഡിങ് ആൽബം, ഫോട്ടോഷൂട്ട് അതെല്ലാം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വേളി ടൂറിസ്റ്റ് വില്ലേജ്. നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ എല്ലാ സ്ഥലങ്ങളും ഞാൻ പറഞ്ഞു, നമ്മുടെ വിഴിഞ്ഞം
ആ ഹാർബറിൻ്റെ അടുത്തുമൊക്കെ വന്ന് ഇതേപോലെയൊക്കെ നല്ല വൃത്തിയാക്കി എന്തുമാത്രം ആൾ വരുന്നത്. ഇത് കണക്ക് തന്നെ പാർക്കും ബീച്ചും എല്ലാമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായിട്ടൊക്കെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വ്യാളി, ഒരു വ്യാളിയാണെന്ന് തോന്നുന്നു. വൈകുന്നേരം 6:15 ശേഷം പാലത്തിലൂടെയുള്ള ബീച്ചിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധയ്ക്കാണ്. ഇവിടെ അണ്ണന്മാർ കാറ്റും കൊണ്ടിരിക്കുകയാണ്. എന്താണ് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു കുട്ടികളുടെ ആവാസ കേന്ദ്രം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് തർക്കമില്ലാതെ പറയാം. കണ്ട, അതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യുവാക്കളും തമിഴാ, ഹിന്ദിയാ, മലയാളമാ? മലയാളം തമിഴും എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ഉള്ളതാ അതാ? ഇരിക്കാനുള്ള ഉണ്ട്. ഇവിടെ പ്രത്യേകം ഇരുന്ന് ആസ്വദിക്കുക, കായലൊക്കെ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രണ്ടാം തീയതി നോക്കിയാൽ മതി. കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ്. കുട്ടികൾ ഇവിടെ ഫാമിലിയായിട്ട് വന്നാൽ അവർക്ക് കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ തൊല്ല് ഉണ്ടാകത്തില്ല. അവർ ഏതെങ്കിലും ഊഞ്ഞാലിലെ കളിസ്ഥലത്തൊക്കെ വിട്ടിട്ട് സ്വസ്ഥമായിട്ട് ദമ്പതിമാർക്ക് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് നേരം കായലും നിരീക്ഷിച്ച് ഗാർഡനും ഒക്കെ ആയിട്ട് കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ് ഈ വേളി ടൂർ. നമുക്കതിന് ബീച്ചിൻ്റെ ആ ഭാഗത്തൂടെയൊക്കെ ഒന്ന് പോകാം. ഇത് തടിപ്പാലമാണ്. ആ തടിപ്പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ സീസണായി വരുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെയുണ്ട്, ധാരാളം ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തടി നല്ല ചിലങ്ക പോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ട്രെയിൻ പോകാനുള്ളത് ഇരുമ്പ് ബ്രിഡ്ജാണ്. ട്രെയിൻ പോകാനുള്ള പാലം എന്ന് പറയുന്നത് ഇരുമ്പ് ബ്രിഡ്ജിലാണ്. നമുക്ക് ഫുട്പാത്തിനായിട്ട് എന്താ പരിപാടി? പോണാ? നമ്മളെ കണ്ടപ്പോൾ ഒന്ന് അറച്ച്. ഇനി ഇവിടെ വന്നിട്ട് വിമാനത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ വിമാനത്തിൽ നമ്മൾ വിടും. അതാണ്, അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. വിമാനത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിമാനത്തിൽ കൊണ്ടുപോകും എന്നൊക്കെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് നടക്കുന്നത് കണ്ടേ. നമ്മൾ പറഞ്ഞത് തന്നെ തർക്കം ഉണ്ടാകുന്ന കണ്ട, ഫോട്ടോഷൂട്ട് നടക്കുന്ന കണ്ട, ഫോട്ടോഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇനി ഇതുപോലെ കയ്യും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫിഷിനെ കൊണ്ട് സ്പാ ചെയ്യിക്കാം. കണ്ട, കാലുകളിലൊക്കെ ഫിഷ് സ്പാ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വിമാനത്തിൽ പോകണമെന്ന് ആശ തോന്നിയാൽ ഇന്ത്യൻ എയർഫോഴ്സിൽ പോകാൻ പറ്റും. നമ്മളങ്ങനെയാണ്. നിങ്ങളെ ഇവിടെ കൊണ്ടുപോകേണ്ടത് നമുക്കിവിടെ സൗകര്യം ഇണക്കി തരും. നമ്മൾ പ്രത്യേക സൗകര്യങ്ങൾ ഇണക്കി തരും. എന്താ വൈകി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ട്, ഇവരൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു X-32-37 നിങ്ങളെ കൊണ്ടുപോകാമെന്ന് നമ്മൾ പറയുന്നത്. വീലെ ടയറൊക്കെ മഞ്ചനായി തുരുമ്പിച്ചിരിക്കുന്നത് കേട്ടാ. ഇതിലേയും കാണാം നല്ല എൻജിനൊക്കെ ഫ്രണ്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ എൻജിൻ ഫ്രണ്ടിൽ ഒരു എൻജിനുണ്ട്, ബാക്കിൽ ഒരു എൻജിനുണ്ടോ. ഏതായാലും വട്ട് കയറി കിടപ്പുണ്ട്. അതിമനോഹരം ബീച്ചും കായലും എല്ലാം അതിമനോഹരമായ വ്യൂ ആണ് ഇവിടെ നിന്ന്. ബീച്ചിൽ ധാരാളം കടകളുണ്ട്. ധാരാളം കടകൾ ബീച്ചിൽ കാണാൻ സാധിക്കും. ഉണ്ടോ, ധാരാളം കടകളുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ സഹോദരങ്ങളെ കണ്ട് അവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ച് ഒന്ന് ലോഹ്യം കൂടിയിട്ട് പോവാം. ഹലോ, എന്താ കണ്ടില്ലെന്ന് പറയുന്നത്? സൗഖ്യം താനേ?
അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സഹോദരങ്ങളെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അവരോടൊക്കെ കുശലാന്വേഷണമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ വേസ്റ്റ് ബിന്നായിട്ടാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത്. എല്ലാവിധ ഫാൻസി ഐറ്റംസ് ഇവിടെ കിട്ടും. അമ്മച്ചിയാണ് മെയിൻ കച്ചവടക്കാർ. ഇവിടുത്തെ മുതലാളി അമ്മച്ചിയാണ് ഇവിടുത്തെ മുതലാളി. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നിരത്തി കടകളുണ്ട്. എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും. പമ്പരം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാറ്റ് വീശി പമ്പരമുണ്ട്. ഇച്ചിരി കാറ്റ് കൊണ്ടിട്ട് പോകാൻ പമ്പരം പറയുന്നത്. നല്ല കാറ്റാണ്. ഇവിടെയൊക്കെ നല്ല ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും വർഷം കണ്ടിട്ട്. ഇത് ഗെയിം പാർക്കുണ്ട്. എറിയേണ്ടവർക്ക് എറിയാം. എറിയേണ്ടവർക്ക് അറിയാം. സോപ്പ് ചീപ്പ് കണ്ണാടിയാണ്. അണ്ണന്മാർ ഇപ്പോൾ എറിയാണ്. ഇപ്പോൾ എറിയുന്നത് എറിഞ്ഞു. കോൺസെൻട്രേറ്റ് ചെയ്ത് എറിയും. ലൈവ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിനിട്ടാൽ ഞാൻ പൈസ തരും. അടുത്തത് അറിയാം. ഏതായാലും ഒന്നിൽ വീഴ്ത്തിയാൽ ഞാൻ പൈസ തരും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. ഓ ഒന്നുകൂടെ. നോ രക്ഷ. ആ ഗെയിം ഫെയിലിയറായി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല പൈനാപ്പിളൊക്കെ ഇരിക്കുന്നു. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഒന്ന് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. ഇപ്പോൾ പൈനാപ്പിൾ കഴിച്ചില്ല. എവ്വളോ പൈനാപ്പിൾ എങ്ങനെ ഒരു പാക്കറ്റ്? ആഹാ, യൂട്യൂബർമാർക്ക് പറയൂല്ലേ? നമ്മളിവിടെ വന്നാലേ നിങ്ങളുടെയൊക്കെ ഓട്ടോ നടക്കുന്നുള്ളൂ. 10 പേര് വരത്തുള്ളൂ. വേണ്ട എന്നപ്പോഴേ പിന്നെ അക്കായെ കണ്ട ഒന്നും മതി. ഒരാളല്ലേ ഉള്ളു. ചണ്ടായിട്ട് തോന്നുന്നു എന്നെ കണ്ടത്. ബാക്കിലൊക്കെ ആളുണ്ട്, പക്ഷെ കൂടെ ഇപ്പം ഇല്ല. നമ്മളെ തൊട്ട യാത പോലെ ആള് വരും. പിന്നെ മഴ ആണല്ലേ? അത് നമുക്കറിയത്തില്ല. മഴയായല്ലേ ചേച്ചി? പെട്ടെന്ന് ചെറിയൊരു മഴ വന്ന് അപ്പം അങ്ങനെ ഇവിടെ അക്കാടെ കടയിൽ കയറി കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ വേളി കടപ്പുറത്താണ് എത്തിയിരിക്കുന്നത്. ചെറിയൊരു മൂടാപ്പ് ഉണ്ട്, ചെറിയൊരു മൂടലുണ്ട്. മഴ പെയ്യത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വാന നിരീക്ഷണം വല്ലതും നടത്താം. അതൊക്കെ ഇനി നല്ലതെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കുതിര ഓട്ട മത്സരമൊക്കെ ഉണ്ട്. കുതിര ഓടിക്കേണ്ടവർക്ക് കുതിര ഓടിക്കാം. സീസണായി വരുന്നതാണ്. ഇപ്പോൾ അക്ക പറയുമായിരുന്നു ഡിസംബറായിട്ട് മഴ മാറുന്നില്ല, ജീവിക്കാൻ വേറെ വഴിയില്ലെന്നൊക്കെ അക്ക പറയുമായിരുന്നു. കണ്ട ഇവിടെയും കുതിരയൊക്കെ ഉണ്ട്. അണ്ണൻ ഐശ്വര്യമായിട്ടവിടെ നിൽക്കുകയാണ്. ആരെയും കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കുതിരയുടെ പിന്നാമ്പുറത്തൊന്നും പോയി നിൽക്കരുത്. നല്ല തൊഴി തരും. അളിയൻ അത്ര സ്ട്രോങ് ആണ്. 1, 2, 3 അണ്ണന്മാർ കുതിരയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ള കുതിരയുണ്ട്. തൊഴിക്കുവാടേ, തൊഴിക്കുവാ. ഇല്ല, ശരി. കൊള്ളാം. നല്ല കറുപ്പ് കളറുമുണ്ട്. ഇപ്പോൾ നമുക്ക് കടൽ തീരത്തേക്കൊന്ന് പോയി നോക്കാം. കടൽ ചുമന്ന കടൽ. ഇപ്പം ഇവിടെ നമ്മളവിടെ പൂവാറിലെ ഗോൾഡൻ ബീച്ചില്ലേ, അത് കണക്ക് ഈ മഴ പെയ്തപ്പോഴേക്കും അതേ കണക്ക് നല്ല ചുമന്ന് കിടക്കുന്നു. കണ്ട ഇവിടെ നിന്ന് നമുക്ക് ടൂറിസ്റ്റ് വില്ലേജൊക്കെ കാണാം. കണ്ട തെങ്ങും മരങ്ങളും എല്ലാമായിട്ട് അതിമനോഹരമായിട്ടാണ്. ധാരാളം മണ്ണ് അധികം ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കടൽ. അതുപോലെ ചുമന്ന കടലാണിത്. അതിനെക്കുറിച്ച് തന്നെ ഒരു റിസർച്ച് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ചുമന്ന കടൽ? അണ്ണ മതിയെണ്ണ പേടിച്ചെണ്ണ ഭയങ്കരമായിട്ട് പേടിച്ചെണ്ണ മതിയെണ്ണ. സുനാമി വന്നിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല. പിന്നെയാണ് സുനാമി. അടിപൊളി ചുമല കണ്ട നല്ല. അയ്യോ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ കൊണ്ട്
നന്നായിട്ട് കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഏതാ സ്കൂൾ ഏതാ? വിവേകാനന്ദ വിദ്യാലയം. കുട്ടികളോട്ട് സാറന്മാർ, അവരെ ഗൈഡ് ചെയ്യാനായിട്ട് സാറന്മാരൊക്കെ ഉണ്ട്. ഏതായാലും ഈ ചുമലക്കടല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക കേട്ടോ. ചുമലക്കടല് അതിമനോഹരമായ, കുട്ടികളെല്ലാം നല്ല എൻജോയ് ചെയ്ത് കാലിൽ ചെരുപ്പില്ലായിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പ്രശ്നം. ഞാൻ ഷൂ ഇട്ടിരിക്കുന്നുണ്ട് ഈ തുള്ളിച്ചാടി കളിക്കുന്നത്. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഷൂ നനഞ്ഞ് രക്ഷയില്ല. ഷൂ നനച്ച് കുട്ടികളെ വീഡിയോ എടുക്കാൻ പോയി എൻ്റെ ഷൂ എല്ലാം പോയി. എൻ്റെ ഷൂ നനഞ്ഞ് പോയി. കുട്ടികളെ വീഡിയോ എടുക്കാൻ വന്ന് എൻ്റെ ഷൂ നനഞ്ഞ്. ഇവിടെ അടുത്തുള്ള ചിന്മയ വിദ്യാലയത്തിലെ സ്കൂൾ കുട്ടികളാണ്. അപ്പം അവരെ കണ്ടപ്പോൾ എനിക്ക് അവരുടെ വീഡിയോ കണ്ടത്. അപ്പം അങ്ങനെ കടലിലെ ഷൂ ഞാൻ നനയ്ക്കാതിരിക്കുകയായിരുന്നു. ഷൂ നനയുന്നതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് ഇനിയും തുടർ യാത്രയും ഷൂട്ടൊക്കെ ചെയ്യണ്ടേ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. പാർക്ക് പോലെ ഇവിടെ ബീച്ചിനോട് ചേർന്ന്, വേളി ബീച്ചിനോട് ചേർന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നിലുള്ള ഒരു ഫുട്പാത്താണ് ഈ കാണുന്നത്. കടൽ കയറിയത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, 2 കളർ ഉണ്ട്. അപ്പോൾ പഴയ ഈ കറുത്ത കളർ കാണുന്നത് പഴയ മണ്ണാണ്. അതിന് മുന്നേ വെച്ചിരിക്കുന്ന ചുമപ്പെന്ന് പറയുന്നത് പുതിയതായിട്ട് കടൽ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അടിപൊളിയായിട്ട് നല്ല നീളത്തിൽ ഫുട്പാത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇച്ചിരി കുറച്ച് ഉയരം കൂടിയ സ്ഥലമാണ്. ഇവിടെ നല്ല ഉണക്ക കടൽ വ്യൂ കിട്ടുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ് കടൽ. നല്ല വ്യൂ ആണ്. കുട്ടികളൊക്കെ അവിടെ കണ്ട് ഇവിടെ കളിക്കുന്നത്. ഇവിടെ ബീച്ചിലും കുട്ടികൾക്ക് കളിക്കാനുള്ള എയറോപ്ലെയിൻ ഉണ്ട്. ഒരു 4 എയറോപ്ലെയിൻ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓടുന്ന ജീപ്പാണ്. റൗണ്ട് ഒരു 5-6 റൗണ്ട് ഓടാൻ പറ്റും. ഇപ്പോൾ അവിടെ ബൈക്ക് ഉണ്ട്. ഇതാണ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. എന്താ അപ്പോൾ 4 പേർക്ക് ബൈക്കിൽ കയറി യാത്ര ചെയ്യാൻ പറ്റും. ജീപ്പിൽ ഓടിക്കാൻ പറ്റും. എന്താ ജീപ്പിലാണെങ്കിലും നമുക്ക് കയറിക്കഴിഞ്ഞാൽ, കുട്ടികളായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കപ്പിൾസിനും എല്ലാവർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. വളരെ നല്ലൊരു എൻവയോൺമെൻറ്റാണ്. നല്ല കാറ്റുണ്ട്. ഇടതൂർന്ന് തെങ്ങുണ്ട്. പൂവരശ് മരം. അങ്ങനെ ആഴിമഴയിൽ ഒരു 10-15 കൊല്ലം മുമ്പ് പോയപ്പോഴും അവിടെ ധാരാളം കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേ മെത്തേഡിൽ ഇവിടെയും ധാരാളം കപ്പിൾസൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ ശല്യം ചെയ്യത്തില്ല. അല്ല, ഞാൻ ഇച്ചിരി ലോങ് ഷൂട്ടായിട്ട് അതൊക്കെ കാണിച്ചു തരാം. അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. കാര്യം അതറിയാമല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം ഇരിക്കുന്നത് കപ്പിൾസാണ് ഇരിക്കുന്നത്. ധാരാളം പേരുണ്ട്. ഞാൻ അവരുടെ ഫേസൊന്നും കറക്റ്റ് എടുക്കില്ല. കാരണം അറിയാതൊക്കെ വരുന്നവരൊക്കെ കാണുകയും. അപ്പം അതുകൊണ്ട് അവരുടെ ഒന്നും ഫേസ് അല്ല, അവർ നമ്മൾ മറ്റേ ഫോറിനേഴ്സിനോട് കാണിച്ച അതേ മാനദണ്ഡം തന്നെ ഇവിടെ ഇരിക്കുന്ന കപ്പിൾസിനോട് നമ്മൾ കാണിക്കണം. അതുകൊണ്ട് ആ രീതിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നതാണ്. അതേപോലെ നല്ല തണലുമുണ്ട്. ആൾക്ക് സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സംവിധാനം ഉണക്കിയിരിക്കുന്നത്. എല്ലാവർക്കും വന്ന് വളരെ ശാന്തമായിട്ട് ഇവിടെ എല്ലാവരും ശാന്തമായിട്ട് വന്നിരിക്കുന്നവരാണ്. കപ്പിൾസായിട്ട് വന്നിരുന്ന എല്ലാവർക്കും വന്ന് അവരുടേതായിട്ടുള്ള രീതി സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ചിലവഴിച്ചിട്ട്, ശനി ഞായറും ഒക്കെ ഇതൊക്കെ ചിലവഴിച്ചിട്ട് പോകാൻ പറ്റും. ഇവിടെ അത് തന്നെയാണ്, കപ്പിൾസാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ആഴിമലയിലും ഇതേപോലെ ധാരാളം ഇരിക്കാൻ പറ്റുന്ന ധാരാളം തണലുകളൊക്കെ ശീലാന്തിയും കൈതക്കാടും ഒക്കെ ആയിട്ടുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ധാരാളം അങ്ങനെ പ്ലേസ് ഉണ്ട്. സ്വസ്ഥമായിട്ട് കുറച്ചധികം നേരം ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് അതിൻ്റെ കുറുകെയുള്ള കായലാണ്.
റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ഇരിക്കുന്നവർ കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് എനിക്കിഷ്ടപ്പെട്ടത്, മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ്. അത് മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ആര് വന്നാലും നമുക്കൊരു ബോറടിക്കുന്ന ഒരു സ്ഥലവും കാണാനില്ല കേട്ടോ. അത് തന്നെ വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഈ മല കയറാൻ പാടാണ്. ഞാൻ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ 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 അയ്യോ. അവിടെ ഈ പാർക്കിൻ്റെ നടുവിലൊക്കെ നന്നായിട്ട് അത് ഡിസൈൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇത് പ്രവേശനം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അനുവാദമില്ലാതെ കയറിയതൊക്കെ വേണം കേട്ടോ. നമ്മളവിടുത്തെ ആചാര മര്യാദകളൊക്കെ നമ്മൾ ചിട്ടയ മര്യാദയൊക്കെ നമ്മൾ പാലിക്കണമെന്നാണ്. എങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി അതിക്രമിച്ച് കയറിയെന്നേ ഉള്ളൂ. അതിമനോഹരമായിട്ടാണ് KTDC ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ധാരാളം ഏരിയ അങ്ങനെ നന്നായിട്ട് അവർ ഡിസൈൻ ചെയ്ത് നല്ല പുല്ലുകളൊക്കെ വെച്ച് ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. മറ്റേ മുളച്ചെടിയാണ് നിൽക്കുന്നത്. അത് നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരുമായിട്ടാണ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ. ഇന്ത്യൻ റെയിൽവേ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അക്ക രണ്ടുപേരാണ് അത് ട്രെയിൻ ഓടിക്കുന്ന, രണ്ടുപേരാണ്. നിറച്ച് കുട്ടികളാണ് കേട്ടോ. കുട്ടികളാണ് നിറച്ച് ട്രെയിനകത്തുള്ളത്. ഇവിടെ അത്യാവശ്യം ഒരു 3-4 ഫുഡ് കോർട്ടുണ്ട്. നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫുഡ് കോർട്ടുണ്ട്. അത്യാവശ്യം ഐസ്ക്രീമും അതും ഇതും എല്ലാം കിട്ടും, ചായ എല്ലാം കിട്ടും. പാലത്തെ കയറി പാലം കുലുങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ തടിപ്പാലത്തിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ പുറത്താണ് കണ്ട, ഒരു ബൗളിൻ്റെ പുറത്താണ് ഈ സാധനം കിടക്കുന്നത്. സിലിണ്ടർ ബൗളിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറേണ്ടവർക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറാം. പാലത്തെ കയറേണ്ടവർക്ക് പാലത്തെ കയറാം. കേളം കുലുങ്ങുമോ ട്രെയിൻ കുലുങ്ങുമോ എന്നൊന്നും അറിഞ്ഞുകൂടെ. ശബ്ദം നല്ല കറ ശബ്ദം. ഇവിടെ ഇന്ന് നമുക്ക് കായലിൻ്റെ വശ്യഭംഗി കണ്ടു മടങ്ങാം. അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും കാണണമെങ്കിൽ വീണ്ടും കാണാം ട്രെയിന്. അടിപൊളി. ധാരാളം നിറച്ച ആളാണ് കേട്ടോ. എല്ലാ സീറ്റിലും കമ്പാർട്ട്മെൻറ്റ് നിറച്ച് ആൾക്കാരാണ്. കുട്ടികളൊക്കെ നിന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് സ്കൂളാണ്? തിരുവനന്തപുരം അല്ലേ? ശരി. വെഞ്ഞാറുമൂട്. ഉച്ചയ്ക്ക് വന്നാ അതോ രാവിലെ വന്ന്? അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ തന്നെ ടീച്ചേഴ്സും സാറന്മാരൊക്കെ വന്നാ? എല്ലാവരും ഉണ്ടാ? അവരുണ്ടല്ലേ? ശരി. നിങ്ങൾ എൻജോയ് ചെയ്യും. ട്രെയിനകത്തൊക്കെ കയറിയാ? ടോക്കോമാൻ. ടോക്കോമാൻ. പിന്നെ ട്രെയിനകത്തൊക്കെ കയറിയാ? ഇല്ല, എനിക്ക് കയറാൻ പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്താ? ശരിയാണ്. ടാറ്റാ. ശരി. കളിസ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാ? നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടാ? നാളെയും വരുവാ? ഇനിയും വരുവാ? ടീച്ചർമാർ ടൂറിന് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ വരുവാ ഇനി? എല്ലാ നല്ല ഗാർഡൻ, പൂന്തോട്ടം എല്ലാം ഉണ്ടല്ലേ? ട്രെയിനകത്ത് കയറുന്നുണ്ടാ? ശരി. എല്ലാവരും ട്രെയിനകത്ത് കയറി നന്നായിട്ട് കളിച്ചിട്ടൊക്കെ പോകുള്ളൂ കേട്ടോ. കളിക്കാൻ പറയുമ്പോൾ കളിക്കണം, പഠിക്കാൻ പറയുമ്പോൾ പഠിക്കണം. ഓക്കെ. എൻ്റെ ഊഞ്ഞാലൊക്കെ ആടിയാ നിങ്ങൾ? അവിടെ ശംഖൊക്കെ കാണാൻ പോയാ? അവിടെ ശംഖൊക്കെ ഉണ്ട്. കുളമൊക്കെ ഉണ്ട് അവിടെ, കുളം. അതിനകത്ത് ആമയുണ്ട്, മീനുണ്ട്. അതെല്ലാം പോയി കാണണം കേട്ടാ. ശരി, ടാറ്റാ. യാതൊരു തെറ്റുമില്ല. ടൂറിസ്റ്റ് വില്ലേജ് പല സ്ഥലത്തും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗാർഡനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ KTDC കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല, സർക്കാരിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല, തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇങ്ങനെ മാറ്റിയാൽ ധാരാളം പേര് വരും. ഒരു പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ തന്നെ ഇവിടെ ആൾക്കാർ വരുന്നുള്ളൂ. അത്ര നല്ല രീതിയിലാണ് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ തന്നെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സർവീസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ്. തമിഴാ? തമിഴ്. ഓക്കെ. കോയമ്പത്തൂരാ? അണ്ണേ റിവേഴ്സ് താനേ പോയത്? നടക്കട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന യുവാക്കളാണ്. റിവേഴ്സ് പോകാനാണ് ഇവർക്ക് ഇഷ്ടം. ഇതൊക്കെ റിവേഴ്സ് പോകുന്നതിന് ഇഷ്ടം. ക്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തമിഴ് താനേ? കോയമ്പത്തൂരാ? തിരുനെൽവേലി. டேய் எப்படி இருக்கு? கடல் போட்டா எப்படி இருக்கு? நடக்கட்டும். അജിത്ത് ഫാൻസ്. അടിച്ചടിച്ച്. ഇത് പുതിയ കപ്പിൾസ് ആണ്. അപ്പൊ അവര് നമുക്ക് സൂം ചെയ്തെടുത്തുകളെ. ശരി. ശരി ക്ലോസപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. നിന്നെ ആദ്യം മുതലേ എടുത്ത് ഞാൻ നിന്നെ താനാ അടുത്തത്. നീ കപ്പിളല്ലേ? ശരി. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. റെയിൽവേ പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ട്. എൻ്റെ കൂടെ ഒന്ന് കയറി നോക്കാം. റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇനി അടുത്തത് എത്ര മണിക്കാണ് ട്രെയിൻ? 4:30. കറക്റ്റ് ടൈം ഷെഡ്യൂളാണോ അതോ സീറ്റ് ഫില്ലാകുന്ന അനുസരിച്ചാണ്? ചാർട്ട് ചെയ്തിട്ടാണല്ലേ? ഓഹോ. ടാറ്റാ. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ സർവീസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നായിരുന്നു. ഹായ്. ട്രെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നോ? ശരി.
കുട്ടികൾ ധാരാളമാണ് കേട്ടോ, സ്കൂൾ കുട്ടികൾ ധാരാളമാണ്. ആ ആ ആ ആ ടാറ്റ ടാറ്റ. ഇവിടെ കേരളീയത്തിൻ്റെ ഒരു ആനയെ കാണാം. പണ്ടെങ്കിലും ചെയ്താണ്, ഇതെല്ലാം ഇപ്പോൾ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുക. ചുവടെല്ലാം പോയി, പ്ലാറ്റ്ഫോമെല്ലാം പോയി. എങ്കിലും ഒരു ആർട്ടല്ലേ, ഒരു നല്ലൊരു ആർട്ട് കണ്ടപ്പോൾ നമുക്കതെങ്ങനെ, എത്ര പീസുണ്ട്? 1 2 3 ഒരു 5-6 പീസുണ്ട്. 5-6 പീസിലൂടെ ഒരു ആനയെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കാലപ്പഴക്കം വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു ആനയെ സംഭാവന ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാതിരിക്കും? ബേസ്മെൻ്റൊക്കെ ഇച്ചിരി പോയിട്ടുണ്ട്.